Hi guys, welcome back to my YouTube channel, The Magic of Cinema. റോക്സ്റ്റാർ സിന്ദഗി നാമിലേക്ക് ദുബാര തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഈ രണ്ട് സിനിമകളും ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ നിന്ന് ഞാൻ വീണ്ടും കണ്ടിരുന്നു റീ റിലീസ് ചെയ്തപ്പോൾ. അതുപോലെ വളരെയധികം പ്രിയപ്പെട്ട ഒരു സിനിമ ഇന്ന് റീ റിലീസ് ചെയ്യുകയുണ്ടായി. കമൽ ഹാസൻ നായകനായ ഇന്ത്യൻ 1996 ഇറങ്ങിയ ഇന്ത്യൻ. കമൽ ഹാസൻ എന്ന പ്രതിഭാസത്തിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ശങ്കർ സംവിധാനം ചെയ്ത ഈ ബ്രഹ്മാണ്ഡ ചലച്ചിത്രം. 6 വയസ്സുള്ളപ്പോൾ തിയേറ്ററിൽ നിന്നും കണ്ടതാണ്. സ്വാഭാവികമായും അത് കൃത്യമായി ഓർക്കുന്നില്ല. എന്നിരുന്നാലും കമൽ ഹാസൻ എന്ന നടൻ ഒരു കാലത്ത് എനിക്ക് വളരെ വലിയൊരു ക്രേസ് ആയിരുന്നു. അതിന് പ്രധാന പങ്ക് വഹിച്ച സിനിമയാണ് ഇന്ത്യൻ. VCRൽ കാസറ്റ് ഇട്ട് പലവട്ടം കണ്ട സിനിമ. ഒരിക്കൽ ഇതിൻ്റെ കാസറ്റ് തേടി പോയപ്പോൾ ഇതിൻ്റെ ഹിന്ദി വേർഷൻ ഹിന്ദുസ്ഥാനി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കിയതും ഇന്നും ഞാൻ ഓർക്കുന്നു. ഇന്ത്യൻ കമൽ ഹാസൻ എന്ന അഭിനേതാവിൻ്റെ, അതായത് രൂപത്തിലും ഭാവത്തിലും എന്തിന് ഓരോ ചലനത്തിൽ പോലും അടിമുടി വൃദ്ധനായി മാറിയ കമൽ ഹാസൻ എന്ന നടന്റെ പ്രകടനം അവിസ്മരണീയമാണ്. തമിഴ് വിഖ്യാത എഴുത്തുകാരനായ സുജാതയുടെ സംഭാഷണങ്ങൾ ചിത്രത്തിന് മാറ്റുകൂട്ടി. മറ്റൊരു ഹൈലൈറ്റ് AR റഹ്മാന്റെ സംഗീതം തന്നെയായിരുന്നു. അതിഗംഭീരമായ ഗാനങ്ങളും അതേ മികവ് പുലർത്തിയ പശ്ചാത്തല സംഗീതവും വളരെ ആഴത്തിൽ പതിഞ്ഞതാണ്. അതുകൊണ്ടായിരിക്കാം അനിരുദ്ധ് ഈണമിട്ട ഇന്ത്യൻ 2ലെ ഗാനങ്ങൾ അതിൽ ഒന്ന് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും നന്നായി തോന്നിയത്. എന്നിരുന്നാലും ഇന്ത്യൻ 2നായി വളരെ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. ചിത്രം ജൂലൈ 12 പുറത്തിറങ്ങുന്നത്. തിരുവനന്തപുരം ഏരിയസ് ഫ്ലെക്സ് തിയേറ്ററിലാണ് ഞാൻ ഇന്ന് ഇന്ത്യൻ കണ്ടത്. ചിത്രത്തിന്റെ അവസാന എൻഡ് ക്രെഡിറ്റ് സീക്വൻസ് വളരെ ചുരുക്കി അവസാനിപ്പിച്ചിരിക്കുന്നു. അതുമാത്രമാണ് കല്ലുകടിയായി തോന്നിയത്. അതൊഴിച്ചു നിർത്തിയാൽ വളരെ മികച്ച അനുഭവമായിരുന്നു ഇന്ത്യൻ. വളരെ ശക്തമായ ഒരു പ്രമേയം, ഒരു വിഷയം ചർച്ച ചെയ്ത സിനിമയാണ്. മാത്രമല്ല ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കമൽഹാസന്റെ പ്രകടനം, ഗാനങ്ങൾ എല്ലാം കൊണ്ടും ശങ്കറിന്റെ ഏറ്റവും മികച്ച ചിത്രമായി എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ തന്നെയാണ്. നെടുമുടി വേണുവിന്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. കൃഷ്ണസ്വാമി IPS എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് പ്രമുഖ നടനായ നാസർ ആയിരുന്നു. അപ്പോൾ ചിത്രം ഇഷ്ടപ്പെട്ടവർക്കും ചിത്രം കാണാത്തവർക്കും ഒരിക്കലും മിസ് ചെയ്യരുത് ഈ തിയേറ്റർ എക്സ്പീരിയൻസ്. താങ്ക് യു.